അതെ, കത്തിരിക്ക വെച്ചിട്ട് നിങ്ങൾ ഇതുപോലത്തെ ഒരു മസാലക്കറി തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അടിപൊളിയാണ്. ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നമുക്ക് നോൺ വെജിന് പകരമായിട്ടോ ഇനി ഇതുപോലൊന്ന് കറി തയ്യാറാക്കി നോക്കാം. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും, ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും നമ്മുടെ ചാനലൊന്ന് കൊച്ചടുക്കള ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ എന്നൂടെ കൊടുത്താലേ നമ്മുടെ മുന്നോട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. കൂട്ടത്തിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ബ്രിഞ്ചാൾ വെച്ചിട്ട് ഇതുപോലൊരു മസാലക്കറി തയ്യാറാക്കി നോക്കണം. അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ബ്രിഞ്ചാൾ നമ്മൾ ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടേ. അപ്പം ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോഴേക്കും തക്കോലം, അതുപോലെ കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ, അതുപോലെ നല്ല ജീരകം, അതുപോലെ പെരുംജീരകം ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവേ. ഒരുപാടങ്ങ് കരിഞ്ഞു പോകണ്ട. ഇനി ആവശ്യത്തിനുള്ള വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുക. അത് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടാണ് നമ്മളൊന്ന് മൂപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകണ്ട, ഒന്ന് മൂത്ത് വന്നാൽ മതി കേട്ടോ. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പം സവാള നമ്മൾ ചതുരത്തിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. കാരണം നമ്മൾ കത്തിരിക്കയും ചതുരത്തിൽ തന്നെയാണ് അരിഞ്ഞേക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. ഇനി നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാൻ ഒറ്റ കത്തിരിക്കയ്ക്ക് ആവശ്യമുള്ള കൂട്ടുകളെ എടുക്കുന്നുള്ളൂ. നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസും കൂട്ടുക കേട്ടോ. അപ്പൊ കത്തിരിക്ക ഞാൻ അരിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ വെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കണം. അതായത് വെള്ളം ചേർക്കേണ്ടവർക്ക് വെള്ളം ചേർത്തിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇനി അതല്ല, ഇങ്ങനെ മൂടി വെച്ച് ആവി കൊണ്ട് വേവിച്ചെടുക്കേണ്ടവർക്കാണ് അങ്ങനെയും ചെയ്യാം. ചെറിയൊരു ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിത്തിരി വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാനൊരു ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം അത് നമ്മുടെ കത്തിരിക്ക വെന്ത് വരുമ്പോഴത്തേക്കിനും അതിൽ നന്നായിട്ട് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ചതച്ച കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പൊ തന്നെ ഏകദേശം ഒരു പാതി വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്നിട്ടൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കണം. ഇനി ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഒരു സ്പൂണോളം നമ്മൾ ഇത്തിരി മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. അപ്പൊ ഞാനൊരു ശകലം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തിക്കൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു ചെറിയ ഗ്രേവി പോലെ വേണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെള്ളം ചേർക്കാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവേ. അപ്പൊ ഞാൻ ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ളം ചേർക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയാൽ മതി കേട്ടോ. ഇപ്പൊ ഏകദേശം ഒന്ന് തിളയൊക്കെ കേറിയിട്ടുണ്ട്. നമ്മുടെ കത്രിക്ക മസാലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും മറക്കാതെ നമ്മുടെ ഈ കേട്ടോ. കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാനും പറ്റും. ഇനിയിപ്പോ ചോറിന്റെ ഒക്കെ കൂടെ നമുക്ക് പൊതിക്ക് കൊണ്ടുപോകാനായിട്ടും കറി നല്ല അടിപൊളിയാണ്. അപ്പൊ നമുക്ക് ഇതുപോലെ അടുത്ത ഒരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.